ഹായ്. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നഴ്സറി പോകണം, അപ്പോൾ കൂട്ടിന് വന്നേരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വിങ്ക വാങ്ങണം, ഞാൻ ഇന്ന് നഴ്സറി പോകുന്നുണ്ടെന്ന് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ, അത് ചട്ടിയിലായതുകൊണ്ട് തന്നെ 80 രൂപയാണ് അവർ പറഞ്ഞത്. ഇത് ഹാങ്ങിങ് ആണ്, പക്ഷെ ഞാൻ കവറിലുള്ളതായിരുന്നു വാങ്ങിയത്, അതിന് 30 രൂപയുള്ളൂ ഇനി അന്ന്. ഇനി അവർ ചെടികൾ കൊണ്ടുവന്ന് ഇറക്കുമല്ലോ, അപ്പോൾ വാങ്ങാമെന്ന് കരുതി. പിന്നെ ഇത് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ സെയിം കളറ് ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങാൻ. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഞാൻ കരുതിയിട്ടില്ല. നമ്മൾ വിങ്ക റോസ് വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ അവിടെ ചെല്ലുന്നത്, അപ്പോൾ അതിനുള്ള ക്യാഷ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ഒന്ന് പോയി കണ്ടേക്കണേ. പിന്നെ കൊണ്ടുപോയ ക്യാഷ് വെറുതെ ഇങ്ങോട്ടന്നെ തിരിച്ചു കൊണ്ടുണ്ടാന്ന് കരുതിയിട്ട് ഞാൻ 2 ബൊഗൈൻവില്ല വാങ്ങിച്ചിട്ടാണ്. വീണ്ടും എനിക്ക് ചെടി ഭ്രാന്താണ്, എനിക്കിപ്പോൾ ഞാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്കത് വാങ്ങാൻ. ഈ റോസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ റോസ് ഞാൻ വാങ്ങൽ നിർത്തി. അത് എപ്പോഴും പൂക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് അത്ര വലിയ കാര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ നഴ്സറി ചെന്നാലും അവരെൻ്റെ അടുത്ത് അറിയും ആ ചെടി കൊണ്ടുപോകില്ലേ, ഈ ചെടി കൊണ്ടുപോകില്ലേ, അങ്ങനെ പൂട്ടും ഇങ്ങനെ പൂട്ടും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പിന്നേന്നൊക്കെ പറയട്ടോ, കുറച്ച് സമയം ഞാൻ അവിടെ ഇങ്ങനെ സംസാരിച്ച് നിന്നാണ്ട് പിന്നെ അവിടെ ഉള്ളതും കൊണ്ടുപോരും. പിന്നെ ചെടിയോടുള്ളൊരു ക്രൈസ് തന്നെയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ പീസ് ലില്ലി അവിടെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിമേലൊക്കെ വലിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. പീസ് ലില്ലി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനത് ശരിക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് പൂട്ടിട്ടില്ല കേട്ടോ. പിന്നെ ബൊഗൈൻവില്ല എൻ്റെ പൊന്നു മക്കളെ ഒന്നും പറയണ്ട, അവിടെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ കണ്ടു നിന്നാൽ തന്നെ ഏതെങ്കിലും എടുത്ത് കൊണ്ടുവരും, അത്രയും ഭംഗിയാണ് ഒന്നിച്ചിട്ട് കാണുമ്പോഴേ. പക്ഷേ നമ്മൾ ഒന്ന് കൊണ്ടുവന്നാലൊന്നും രസം ഉണ്ടാവില്ല കേട്ടോ, കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഒരെണ്ണം മാത്രം വെക്കുമ്പോൾ അത് പല നിറത്തിൽ അങ്ങനെ ഒന്നിച്ച് വെക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെയുള്ള ഓരോ ഐറ്റംസ് വേണം. വെറുതെ ക്യാഷ് കൊടുത്തുകൊണ്ട് ചെടികൾ വാങ്ങിക്കൂട്ടുക, വെറുതെ ക്യാഷ് കൊടുക്കുക, വാങ്ങിക്കൊണ്ടുവരിക. ഇപ്പോൾ ആവശ്യത്തിന് അതിൻ്റെ അപ്പുറമുള്ള ചെടികൾ എൻ്റെ കയ്യിലുണ്ട്, എന്നാലും എവിടെയെങ്കിലും കണ്ടാലും അതും എനിക്ക് വേണ്ടി വരും. അതും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങും ഞാൻ. പിന്നെ പോകുമ്പോൾ കുറച്ച് ക്യാഷ് കൈ പിടിക്കുള്ളൂ, കാരണം കയ്യിൽ ക്യാഷുണ്ടെങ്കിൽ ഞാൻ ചെടി വാങ്ങും. അപ്പം ഇനി വെറുതെ വാങ്ങിക്കണ്ടല്ലോ വിചാരിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടി തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് ഇപ്പോൾ കൊടുന്നേരട്ടോ എന്നിട്ട് അതും വാങ്ങിക്കും. ക്യാഷ് കൊണ്ടാകാതെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ ആന്തോറിയം പല നിറത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനൊരു പേരുണ്ടായിരുന്നു അല്ലേ, അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഫിംഗർ അരേലിയല്ലേ. ഇതും അവിടെ ഉണ്ടായിരുന്നത്. ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റി ഒന്ന് റെഡിയാക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ വാങ്ങിച്ചില്ല. എൻ്റെ പിന്നെ എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ആദ്യം പറയേണ്ടത് ലാസ്റ്റ് പറഞ്ഞു. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കരുതേ.